കൊടിയ പീഡനം എന്നൊക്കെ പറഞ്ഞ പലരും പെൺകുട്ടികൾ വിവാഹത്തിന് ശേഷം അനുഭവിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആൺകുട്ടികൾ വിവാഹത്തിന് ശേഷം അനുഭവിക്കുന്നതിനെക്കുറിച്ചും ആരും പറയാതെ പോവുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. ഇപ്പോഴിതാ 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയെ തുടർന്ന് വളരെയധികം ചർച്ചയായി മാറുന്നത് ആ ചെറുപ്പക്കാരൻ അനുഭവിച്ചത് തന്നെയാണ്. ചില വീട്ടുകാർ അല്ലെങ്കിൽ പെൺവീട്ടുകാർ തന്നെ ഇത്തരത്തിൽ ആൺകുട്ടികളോട് മോശമായി പെരുമാറുന്നവരുമുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നത് തന്നെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യം. നാസിക്കിൽ 20കാരൻ എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എന്ന് പറയുന്നു. നാസിക് മലേഗാവ് സ്വദേശിയും പൂനെ ജംഫുൽവാഡിയിൽ താമസക്കാരനുമായ മുഹമ്മദ് സാദ് ആസിഫ് സയാദാണ് മരിച്ചത്. ഭാര്യയുടെയും ബന്ധുക്കളുടെയും തന്നെ നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വാർത്തയെ തുടർന്ന് തന്നെ അദ്ദേഹം അവസാനമായി പറഞ്ഞ ചില കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫോൺ ഉൾപ്പെടെയുള്ളത് പരിശോധിച്ച് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഭാര്യയുടെയും ബന്ധുക്കളുടെയും നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്നായിരുന്നു യുവാവ് ജീവനൊടുക്കിയത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് താൻ നേരിട്ട ക്രൂരതകൾ വിവരിക്കുകയും ചെയ്തു. വീഡിയോ ദൃശ്യങ്ങൾ സാദ് സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ ആണ് കൃത്യമായ രീതിയിൽ തന്നെ വലിയൊരു തെളിവെടുപ്പായി തന്നെ പറയുന്ന ഒരു കാര്യം. ഏറ്റവും കൂടുതൽ കാര്യം ഇതിൽ ചർച്ച ചെയ്യുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും ഇതിന് ശേഷമാണ് എന്ന് പറയാം. കൃത്യമായ കാര്യങ്ങൾ ഓരോ തവണയും സംസാരിക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയെന്ന് അറിയുകയും മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇത് സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ കാണിച്ച മനസ്സും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ചർച്ചയായി മാറുന്നത്. സംഭവത്തിൽ ഭാര്യയടക്കം 7 പേർ ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്താണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാദും ഭാര്യ കരിമുനീസ എന്ന നിഷ ഖാനും തമ്മിൽ ദീർഘനാളായി തർക്കങ്ങൾ നിലനിന്നിരുന്നു. നിഷയും ഇവരുടെ ബന്ധുക്കളും ചേർന്ന് സാദിനെ നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു വാർത്തയെ ചുറ്റിപ്പറ്റി കുറച്ച് കാലങ്ങളായി തന്നെ പല അന്വേഷണവും നടക്കുന്നുമുണ്ട്. ദീർഘനാളായി തർക്കത്തിലുണ്ടായിരുന്നതിനെ തുടർന്ന് നിരന്തരമായി സാദിനെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. ഇവരുടെ ലക്ഷ്യം കാണുന്നത് വരെ തന്നെ ഇവർ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും മാനസികമായി തകർന്ന അവസ്ഥയിലാണ് സുഹൃത്തിന് ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം അയച്ചതെന്നും പറയുന്നു. താൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് അക്കമിട്ട് നിരത്തിയ സാദ് നിഷ ഉൾപ്പെടെ തന്നെ മരണത്തിലേക്ക് തള്ളിവെച്ചുവെന്നും 7 പേരുടെ പേരുള്ള വീഡിയോയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ മലേഗാവിലുള്ള സുഹൃത്തിന് അയച്ചു കൊടുത്ത ശേഷമാണ് യുവാവ് എലിവിഷം കഴിച്ചത്. സാദിന്റെ മരണത്തിന് പിന്നാലെ വെള്ളിയാഴ്ചയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. നിഷ സർവർ എന്ന കൈഫ് ഖാൻ, രേഷ്മ കമൂർ ഖാൻ, ക്ഷമ ജാവേദ്, ഷെയ്ഖ് ജാവേദ് ഷെയ്ഖ്, അഥർ കാലെ, ഇഷിത എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നു. സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായി സാദിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.